Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. In the day 10 of our English learning challenge. So we have completed 9 days and learned a lot. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് എടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കും എങ്ങനെ നമുക്ക് കുട്ടികളോട് സംസാരിക്കാം. അത് വീട്ടിലെ കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി ആയിക്കോട്ടെ, നമുക്കിന്ന് അത് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഗ്രീറ്റ് ചെയ്യാം. വി ക്യാൻ ഈദർ സേ ഹലോ ഓർ ഹായ്. പിന്നെ നമുക്ക് ചോദിക്കാം ഹൗ ആർ യു. കുട്ടികളാവുമ്പം ഹൗ ആർ യു മാത്രം ചോദിച്ചാൽ മതി. ഹൗ ആർ യു ഡൂയിങ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എഗെയിൻ നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് അവരെ ഗ്രീറ്റ് ചെയ്യാം. വി ക്യാൻ സേ ഗുഡ് മോർണിംഗ് ഡിയർ. വി ക്യാൻ ഓൾസോ സേ ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ. വി ക്യാൻ ഈവൻ സേ ഗുഡ് ഈവനിങ് ഡിയർ. സോ ഞാനിവിടെ ഡിയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. When you use the word dear, it sounds more impressive. കുട്ടികൾ ഒന്നും കൂടെ ശ്രദ്ധിക്കും നമ്മൾ പറയേണ്ടത്. ഇനി വീട്ടിലായിക്കോട്ടെ മോർണിംഗിൽ അവരെ എണീപ്പിക്കുമ്പം നമുക്ക് ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറഞ്ഞിട്ട് എണീപ്പിക്കാം. അല്ലെങ്കിൽ വി ക്യാൻ ഈവൻ സേ ഗുഡ് മോർണിംഗ് മോനു, ഗുഡ് മോർണിംഗ് മോളു, ആൻഡ് ദെൻ വി ക്യാൻ സേ ഹാവ് എ നൈസ് ഡേ. ഉറങ്ങി എണീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോട് പറയാം വേക്ക് അപ്പ് ഡിയർ. ഉറങ്ങി എണീക്കൂ. It's time to get up. എണീക്കാൻ സമയമായി. It's almost 7. 7 മണിയായി. നമ്മൾ പറയാറില്ലേ എണീക്കൂ, എണീക്കാനുള്ള സമയമായി, 7 മണിയായി. അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം wake up dear. It's time to get up. It's almost 7. അല്ലെങ്കിൽ അവർ എണീറ്റു, ഉറങ്ങി എണീറ്റു, പക്ഷേ ബെഡിൽ നിന്ന് പുറത്ത് എണീറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഗെറ്റ് അപ്പ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ബെഡിൽ നിന്ന് പുറത്തേക്ക് വരൂ. അതെങ്ങനെ പറയാം? ഗെറ്റ് ഔട്ട് ഫ്രം ബെഡ്. ഇനി ബെഡ് ശരിയാക്കാൻ പറയാറില്ലേ നമ്മൾ അവരോട്? അത് നമുക്ക് പറയാം മേക്ക് ദ ബെഡ് ഡിയർ. മേക്ക് ദ ബെഡ്. വാഷ്റൂമിലേക്ക് പോവാൻ അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോവാൻ നമുക്ക് എങ്ങനെ പറയാം? വി ക്യാൻ സേ ഗോ ടു ദ വാഷ്റൂം അല്ലെങ്കിൽ ഗോ ടു ദ ബാത്റൂം. ബ്രഷ് യുവർ ടീത്ത്. ടീത്ത് ബ്രഷ് ചെയ്യൂ. വാഷ് യുവർ ഫേസ്. മുഖം കഴുകൂ. വാഷ് യുവർ ഫേസ്. കുളിക്കൂന്ന് നമ്മളെങ്ങനെയാ പറയാ? വി ക്യാൻ സേ ഹാവ് എ ബാത്ത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാവ് എ ഷവർ. വി ക്യാൻ ഓൾസോ സേ ഗോ ആൻഡ് ഹാവ് എ ബാത്ത്. പോയി കുളിക്കൂ. ഗോ ആൻഡ് ഹാവ് എ ഷവർ. പോയി കുളിക്കൂ. ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. ഗോ ആൻഡ് ഹാവ് എ ബാത്ത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഗോ ആൻഡ് ഹാവ് എ ഷവർ. കം ആൻഡ് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. വരൂ, നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. കം ആൻഡ് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. റിപ്പീറ്റ് വിത്ത് മീ. കം ആൻഡ് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ കഴിക്കാൻ വേണ്ടേ? അത് നമ്മൾ ചോദിക്കാറില്ലേ ചിലപ്പോഴൊക്കെ? നമുക്ക് ചോദിക്കാം what would you like to have for breakfast? What do you want for breakfast? ഭക്ഷണം താഴെ ഇടരുത്. Don't spill your food. We can also say eat properly. വൃത്തിയായിട്ട് ശരിക്കും കഴിക്കൂ. Finish your food. ഫുഡ് ഫിനിഷ് ചെയ്യൂ. കുറച്ച് കഴിച്ചിട്ട് ഫിനിഷ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇത് പറയാം finish your food. ഗെറ്റ് റെഡി ഫാസ്റ്റ്. വേഗം റെഡിയാവൂ. എവിടെയെങ്കിലും പോകണമെങ്കിൽ റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പറയാം. സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ വേഗാവട്ടെ വേഗാവട്ടെ, ഹറി അപ്പ് ഹറി അപ്പ്. അങ്ങനെ നമുക്ക് പറയാം. വേഗാവട്ടെ എന്ന് അടുത്ത പ്രാവശ്യം പറയരുത്, ഹറി അപ്പ് എന്ന് പറഞ്ഞു നോക്കൂ. ഡിഡ് യു ടേക്ക് യുവർ ബാഗ്? നമ്മൾ ചോദിക്കാറില്ല നിന്റെ ബാഗ് എടുത്തുവോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എടുത്തുവോ? ഡിഡ് യു ടേക്ക് യുവർ വാട്ടർ ബോട്ടിൽ? ഓർ മഴക്കാലത്ത് നമ്മൾ ചോദിക്കാറില്ലേ അംബ്രല്ല എടുത്തോ, കൊട എടുത്തോ? അതെങ്ങനെ ചോദിക്കുക? വി ക്യാൻ സിംപ്ലി ആസ്ക് ഡിഡ് യു ടേക്ക് യുവർ അംബ്രല്ല. എന്താണോ എടുത്തോ നമുക്ക് ചോദിക്കേണ്ടത്, ഏത് സാധനമാണോ എടുത്തോ ചോദിക്കേണ്ടത്, അത് ഡിഡ് യു ടേക്ക് യുവർ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ്, അവർ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ വിഷ് ചെയ്യണം. വി ഷുഡ് സേ ടേക്ക് കെയർ ബൈ. ടേക്ക് കെയർ പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ബൈ.
സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ നമ്മൾ ചോദിക്കാറില്ലേ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? വി ക്യാൻ ആസ്ക് ഹൗ വാസ് യുവർ ഡേ ടുഡേ? ഹൗ വാസ് യുവർ ഡേ ടുഡേ? അഗെയിൻ നമ്മൾ ചോദിക്കാറില്ലേ സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? അതെങ്ങനെ ചോദിക്കുക? വാട്ട് ഹാപ്പൻഡ് ഇൻ സ്കൂൾ ടുഡേ? വാട്ട് ഹാപ്പൻഡ് ഇൻ സ്കൂൾ ടുഡേ? ഇതൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ഇന്ന് എന്താണ് പഠിച്ചത്? അത് സ്ഥിരം നമ്മൾ ചോദിക്കാറുണ്ട് സ്കൂളിൽ നിന്ന് വന്നാൽ. നെക്സ്റ്റ് ടൈം ഇംഗ്ലീഷിൽ ചോദിച്ചു നോക്കൂ. വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ഡിഡ് യു ഫിനിഷ് യുവർ ഫുഡ്? നീ ഭക്ഷണം മുഴുവൻ കഴിച്ചിനോ? ഡിഡ് യു ഫിനിഷ് യുവർ ഫുഡ്? ഡിഡ് യു ഷെയർ യുവർ ഫുഡ് ടുഡേ? ഇന്ന് ഫുഡ് ഷെയർ ചെയ്തിനോ? ഡിഡ് യു ഷെയർ യുവർ ഫുഡ് ടുഡേ? കോവിഡ് കാലത്തിൽ ഷെയർ ചെയ്യാൻ പാടില്ലെങ്കിലും ഷെയർ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ചോദിക്കാം. ഗോ ആൻഡ് പ്ലേ ഫോർ സം ടൈം. പോയി കുറച്ച് നേരം കളിച്ചോ. ഗോ ആൻഡ് പ്ലേ ഫോർ സം ടൈം. സം ടൈം നമ്മളിവിടെ പ്രത്യേകിച്ച് ചേർത്തത് കുറച്ച് നേരം കളിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനത്തെ കൊച്ചു സെൻറ്റൻസസ് വേറെ വീഡിയോസിലൊക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ട് പഠിക്കണം. പക്ഷേ ഈ വീഡിയോ ഫുൾ കാണണം, ബിക്കോസ് ഇതിൽ ലാസ്റ്റിലോട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ കരയുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ എന്തിനാ കരയുന്നത്? അത് നമ്മളിങ്ങനെ ചോദിക്കുക, വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്? വേറെ രീതിയിലും നമുക്ക് ചോദിക്കാം, വാട്ട്സ് ദെയർ ടു ക്രൈ? കരയാൻ എന്താ ഉള്ളേ? What's there to cry? Did you get hurt? നിനക്ക് വേദനിച്ചോ? Did you get hurt? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിൻസ് വി യൂസ്ഡ് ഡിഡ്, നമ്മളിവിടെ ഡിഡ് യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള വേർബ് ഗെറ്റ് നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് കുട്ടികൾ ആൻസർ പറയുമ്പം അവർ പറയേണ്ടത് ഗോട്ടാണ്. ഐ ഗോട്ട് ഹേർട്ട്, എനിക്ക് വേദനിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കൂലേ എവിടെയാ വേദനിച്ചേ? അതെങ്ങനെ ചോദിക്കുക? Where did you get hurt? Where did you get hurt? നെക്സ്റ്റ് നമ്മൾ പറയുമ്പം കുട്ടികൾ ചിലപ്പോൾ കേൾക്കില്ല, ശ്രദ്ധിക്കില്ല. അപ്പോഴൊക്കെ നമ്മൾ പറയാറില്ല ഞാൻ പറയേണ്ടത് കേൾക്കൂ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ക്യാൻ സേ ലിസൺ ടു മീ. ലിസൺ ടു മീ. അതേ സമയത്ത് അവരോട് റിപ്ലൈ തരാനും പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. അവർ പറയണം യെസ് മോം അല്ലെങ്കിൽ യെസ് ഡാഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ സഹായിക്കാം അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കട്ടെ. അതെങ്ങനെയാണ് പറയാം? വി ക്യാൻ സേ ലെറ്റ് മീ ഹെൽപ്പ് യു. ലെറ്റ് മീ ഹെൽപ്പ് യു. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കതാവുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ലെറ്റ് മീ ഹെൽപ്പ് യു ഔട്ട്. Let me help you out. That's great. അങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യണം. കുട്ടികൾ ചെയ്ത വർക്കൊക്കെ നമുക്ക് ഗുഡ്, വണ്ടർഫുൾ, ദാറ്റ്സ് ഗ്രേറ്റ് ഒക്കെ പറഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്യണം. See, it's done. എന്തെങ്കിലും കാര്യം കുട്ടികൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ ഇതാ ഇത് ചെയ്തു ഞാൻ, ഇതായി കഴിഞ്ഞു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? We can simply say See, it's done. നോക്കൂ ഇത് കഴിഞ്ഞു, ആയി കഴിഞ്ഞു. Don't do that. അത് ചെയ്യരുത്. It's not nice. അത് നല്ലതല്ല. Don't do that. It's not nice. Don't bite your nails. നിങ്ങളുടെ നഖം കടിക്കരുത്. Don't bite your nails. വിരല് വായിലിടരുത്. Don't lick your fingers. Don't lick your fingers. ഞാൻ നിന്റെ നഖം മുറിക്കട്ടെ. Let me cut your nails. Let me cut your nails. അവരോട് നഖം മുറിക്കാൻ പറയണമെങ്കിൽ എങ്ങനെയാ പറയാ? We can say go and cut your nails. ചില സമയത്ത് കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല അവർ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാറില്ല ഏതാണ്? അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? We can ask which one. ഇനി ഏതെങ്കിലും ഓപ്ഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതാണ്. അത് നമ്മളെങ്ങനെ പറയാം? That one. That one. ഇനി പെൻസിലൊക്കെ കാണുന്നില്ല കുട്ടികൾ പറയാറില്ലേ? അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് അവർ പറയേണ്ടത്?
അവർ പറയേണ്ടത് ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻസിൽ. എനിക്ക് എൻ്റെ പെൻസിൽ കാണുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻസിൽ. എന്താണോ കാണാണ്ടായത്, വെദർ ഇറ്റ് ബി നോട്ട് ബുക്ക്, മാത്സ് നോട്ട് ബുക്ക്, സയൻസ് നോട്ട് ബുക്ക്, ഇറേസർ, ഷാർപ്നർ, എന്തുമാവാം, അതവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഐ കാൺട്ട് ഫൈൻഡ് മൈ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കണം. റൈറ്റ് ആൻഡ് സ്റ്റഡി, എഴുതി പഠിക്കൂ. നമ്മൾ പറയാറില്ലേ, എഴുതി പഠിക്കൂ. Write and study. Repeat with me. Write and study. Again, ഈ ആൻസർ കാണാപാഠം പഠിക്കുന്നു നമ്മൾ പറയാറില്ലേ, അതെങ്ങനെ പറയാ? Memorize the answer. Memorize the answer. Again, നമ്മൾ പറയാറില്ലേ, ഈ പോയം കാണാപാഠം പഠിക്ക്, അതെങ്ങനെ നമ്മൾ പറയാ? Memorize the poem. It's not poem, it's poem. Memorize the poem. ഇനി എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കാണാപാഠം പഠിക്കാൻ പറ്റുന്നില്ല, അതെങ്ങനെയാണ് കുട്ടികൾ പറയേണ്ടത്? ദേ ക്യാൻ സേ ഐ കാൺട്ട് മെമ്മറൈസ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, വീണ്ടും ശ്രമിക്കൂ, ഒരു പ്രാവശ്യം കൂടെ ശ്രമിച്ചു നോക്കൂ. അതൊക്കെ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? വി ക്യാൻ സേ ട്രൈ ടു ഡു ഇറ്റ്. ചെയ്യാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം റീഡ് ലൗഡ്ലി, ഉറക്കെ വായിക്കൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം റീഡ് സൈലൻ്റ്ലി, പതുക്കെ വായിക്കൂ. അല്ലെങ്കിൽ മനസ്സിൽ വായിക്കൂ. അതെങ്ങനെയാ പറയാ? റീഡ് ഇൻ യുവർ മൈൻഡ്. റീഡ് ഇൻ യുവർ മൈൻഡ്, മനസ്സിൽ വായിക്കൂ. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുമ്പം അല്ലെങ്കിൽ വീട്ടിൽ കാണേണ്ട കുട്ടികളോടൊക്കെ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളും പഠിക്കും, നിങ്ങളും പഠിക്കും. ഇനി എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ നിനക്ക്? അതെങ്ങനെ ചോദിക്കുക? വി ക്യാൻ ആസ്ക് ഹാവ് യു ഗോട്ട് എനി ഹോംവർക്ക്? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഡിഡ് യു ഗെറ്റ് എനി ഹോംവർക്ക്? ഡിഡ് യു ഗെറ്റ് എനി ഹോംവർക്ക്? വേറെ രീതിയിലും ചോദിക്കാം ഡു യു ഹാവ് എനി ഹോംവർക്ക്? ഡു യു ഹാവ് എനി ഹോംവർക്ക്? ഇനി ഹോംവർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയാ പറയേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാം. If they don't have any homework, they can say no, I don't have any homework. ഇല്ല, എനിക്ക് homework ഒന്നും ഇല്ല. No, I don't have any homework. If they have, അവർ പറയേണ്ടത് yes for maths. മാത്സിൽ ഹോംവർക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അത് ഷോർട്ടായിട്ട് അവർക്ക് പറയാം yes for maths. അപ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എപ്പാണ് ഈ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, എപ്പാണ് ലാസ്റ്റ് ഡേറ്റ്? അതെങ്ങനെ ചോദിക്കുക? We can ask when is the homework due? When is the homework due? Again, കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. നാളെ ആണെങ്കിൽ ടുമോറോ എന്ന് പറയാ, മറ്റന്നാളാണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറയാ. ഏതെങ്കിലും പർട്ടിക്കുലർ ഡേ അറിയെങ്കിൽ അത് പറയാ, ഡേറ്റ് അറിയെങ്കിൽ അത് പറയാ. Again, വേഗം ചെയ്യൂ, ഫിനിഷ് ഇറ്റ് എന്ന് നമ്മൾ പറയാറില്ലേ, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? We can say, okay, quickly finish it. ഇനി ഭയങ്കര തിരക്കിട്ടിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ധൃതി പിടിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറില്ല, നീ എന്തിനാ തിരക്ക് കൂട്ടുന്നു? അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? We can ask, why are you hurrying? Why are you hurrying? നീ എന്തിനാണ് ധൃതി കൂട്ടുന്നത്? സമയമെടുത്ത് സാവധാനം ചെയ്യൂ. Take your time. Take your time. Again, വൃത്തിക്ക് ചെയ്യൂ. അതെങ്ങനെയാണ് നമ്മൾ പറയാ? Do it properly. Do it properly. We can also say do it once again. ഒരു പ്രാവശ്യം കൂടെ ചെയ്യൂ. Do it once again. We can also say make it more neat. ഒന്നും കൂടെ നീറ്റായിട്ട് ചെയ്യൂ. Make it more neat. ഏതെങ്കിലും അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാം. കുറേ ആയിപ്പോയി അല്ലേ, ഹോംവർക്കിനെ കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞു. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യം കുറച്ച് പറയാം. ടേക്ക് എ ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു കടി കടിച്ചു നോക്കൂ. ടേക്ക് എ സിപ്പ്. ജ്യൂസൊക്കെ ആണെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കൂ. ഇനി ഡോണ്ട് വെച്ചിട്ട് നമ്മൾ കുറേ കാര്യം കുട്ടികളോട് പറയാറുണ്ട്. അതൊക്കെ എന്താണ്? ഡോണ്ട് ഷൗട്ട്, ഒച്ച വെക്കരുത്. ഡോണ്ട് റൺ, ഓടരുത്. ഡോണ്ട് ജംപ്, ചാടരുത്. ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കരുത്. ഇനി കുട്ടികൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. വിശക്കുന്നെന്ന് പറയേണ്ട പകരം പറയണം ഐ എം ഹംഗ്രി. ദാഹിക്കുന്നെന്ന് പറയേണ്ട പകരം അവരെ പഠിപ്പിച്ചു കൊടുക്കണം പറയാൻ ഐ എം തേഴ്സ്റ്റി. ഐ എം ഹംഗ്രി, ഐ എം തേഴ്സ്റ്റി. Again,
അവർ വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം, എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കട്ടെ നിനക്ക് വേണ്ടിയിട്ട്. Let me make something for you. Let me make something for you. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഠിച്ചു കുട്ടികളോട് സംസാരിക്കാനുള്ളത്. ബട്ട് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം വരും ഇതൊക്കെ യൂസ് ചെയ്യുമ്പം. യൂസ് ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.